1921 മലബാറിൽ ഈ വലിയ സമരം നടന്ന കാലം അല്ലേ? ആ സമരത്തെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞെന്താ? ഈ ഇസ്ലാം മതവിശ്വാസികളായ മതഭ്രാന്തന്മാർ നടത്തിയ കലാപം എന്നാണ് അവരെഴുതി വെച്ചിട്ടല്ലേ. മുസ്ലിം ഫെനറ്റിക്സ് എന്നല്ല എഴുതിയത്, ആണ് മതഭ്രാന്തന്മാരെന്നാണ് വിളിച്ചത്. അതൊക്കെ നടന്ന മണ്ണിൽ ജീവിച്ച ആളാ ഈ വള്ളത്തോള്. പക്ഷെ അദ്ദേഹത്തിനൊരു സംശയമില്ല ഇസ്ലാം മതത്തെ പറ്റി. ഇത് ഈ പറഞ്ഞ പോലെ ആളെ കൊല്ലുന്ന മതമാണെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനില്ല. പറയുമ്പം ധാരാളം മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ച അല്ലേ ഒരാളാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറഞ്ഞെന്താ? ഇത് നിങ്ങൾ എഴുതി വെച്ചതുപോലെ മതഭ്രാന്തന്മാരുടെ ഒന്നും മതമല്ലത്, ഇത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണെന്നാണ് ഈ ചേന്നരയിലിരുന്ന് അദ്ദേഹം എഴുതിയത്. അതാ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം 1923 ഈ കവിത ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ ഗാന്ധി നമ്മുടെ കോഴിക്കോട് വന്നു, വെള്ളയിൽ കടപ്പുറത്ത് വന്ന് അല്ലേ, ഈ പറഞ്ഞ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വരെ ആ യോഗത്തിൽ പങ്കെടുത്തു. അന്ന് അദ്ദേഹം ആ വേദിയിൽ ഗാന്ധിക്കൊപ്പം ഇരുന്ന ആളാണ്. അങ്ങനെ കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തുടങ്ങിയൊരു സമര അതാണ്. അതൊരിക്കലും ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ നടത്തിയ ഒരു സമരമല്ല, അല്ലെങ്കിൽ ഒരു കലാപമല്ല. ഇപ്പം പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും അല്ലേ, ഈ നിങ്ങളെ ഈ തിരൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് തന്നെ ചില എഴുത്ത് വരുന്നുണ്ട്. അവർ മാപ്പിള ലഹള എന്നാണ് അവരെഴുതുന്ന പുസ്തകങ്ങൾക്കുള്ള ശീർഷകം. ആണ് മാപ്പിള ലഹള എന്നാണ് അവരെഴുതുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപ. അവരോട് എനിക്ക് എന്താണ് സൗമനസ്യത്തോടു കൂടി ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരിയെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം എന്നാണ്. ആ പുസ്തകം എഴുതിയ ആളുടെ തൊട്ടപ്പുറത്താണ് ഈ വള്ളത്തോൾ ജീവിച്ചിരിക്കുന്നത് ആണ്. അപ്പോൾ ഈ വള്ളത്തോൾ എന്താണ് മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്നെങ്കിലും നിങ്ങൾ വായിക്കണം എന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നവരോട് നമുക്ക് ആകെ പറയാനുള്ളൊരു കാര്യം അതാണ്. കാരണം ഇതിനൊക്കെയുള്ള മറുപടി വള്ളത്തോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാ. അപ്പോൾ ആ അർത്ഥത്തിൽ വള്ളത്തോൾ 1923 എഴുതുന്ന ഈ കവിതയ്ക്ക് ഒരു അമിതമായ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു പഴയ കാര്യം എഴുതി എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആ കാലത്ത് അത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയത്. അതാ. അപ്പം ആ നിലയ്ക്ക് വാസ്തവത്തിൽ വള്ളത്തോളിൻ്റെ ഈ കവിത ഇസ്ലാമിനെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മലബാറിൽ ജീവിച്ച ഒരു അമുസ്ലിമായ ദേശീയ പ്രസ്ഥാനത്തിൽ ആണ്ടുമുങ്ങിയ ഒരു ധൈഷണികൻ്റെ രചനയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം.